അവരൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇനി പിന്നെ എന്താണ് ഇയാൾ പറഞ്ഞത്? ഞാനൊന്ന് പറഞ്ഞല്ലോ, പരലോകം വിശ്വസിക്കുന്നൊരു കൂട്ടർ അവരിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനല്ല, എല്ലാ ബഹുഭൂരിപക്ഷം അങ്ങനെ നിഷേധികളാണ്. എന്നാൽ വിശ്വസിക്കുന്നൊരു കൂട്ടരും ഉണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ റാസിയിലെ ഉദ്ധരണി വായിച്ചിട്ടാ പറഞ്ഞത്. കുല്ലുഹും മാകാനു മുൻകിരീന ലിൽ ഖിയാമ. അവർ എല്ലാവരും കൂടെ ഖിയാമത്ത് നിഷേധികളായിരുന്നില്ല. എന്നിട്ടൊരു ഫഖദ് ഖീല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയും പറഞ്ഞു. അറബികൾക്കിടയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ ഭാഗം ഞാനാണ് പറഞ്ഞപ്പോൾ പേരോടതിന് പറയുന്ന മറുപടി കേട്ടോളൂ. എന്ത്? ഞാൻ റാസിയിലെ ആ ഉദ്ധരണി വായിച്ചപ്പോ പേരോട് അതിന് നടത്തുന്ന മറുപടി ഒന്ന് കേട്ടോളൂ, പെട്ടെന്ന് കേട്ടോളൂ. റാസിമാമ് പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് മരണശേഷവും ജീവിതം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. റാസിമാം പറഞ്ഞിട്ടുണ്ട്. റാസിമാമിന്റെ കബറും പുറത്ത് പോയിട്ട് ചോദിച്ചു എന്നോട്. റാസിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ദഈഫായ സ്വീകരിക്കപ്പെടാൻ പറ്റാത്തൊരു ഖൗൽ ഒരു ഖീലുണ്ടെന്ന മൗലവി കബറും പുറത്ത് പോയിട്ട് ഞാനല്ല, അമാനി മൗലവിന്റെ കബറും പുറത്ത് പോയിട്ട് ചോദിക്ക്, നിങ്ങളെ ഖുർആൻ പരിഭാഷയിലുള്ളത് ആ മുശ്രിക്കീങ്ങൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമില്ലായിരുന്നു. റാസിമാം അന്ത്യദിനത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെയാ പറഞ്ഞത്, ഉണ്ട് എന്നല്ല പറഞ്ഞത്. പഠിച്ചിട്ട് പറയണം മതം. പഠിച്ചിട്ടാ പറഞ്ഞത്. കബറും പുറത്ത് പോണ പരിപാടി ഞങ്ങളതല്ല, നിങ്ങളതാ. സഹായം ചോദിക്കാനും സംശയം ചോദിക്കാനും ഒക്കെ കബറും പുറത്ത് പോയിട്ട് ചോദിക്കൽ നിങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ കബറും പുറത്തേക്ക് പോകല് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സിയാറത്തിന് വേണ്ടി ഞങ്ങൾ പോകാറുണ്ട്. അപ്പൊ കബറാളികളോടൊന്നും ചോദിക്കാറില്ല, മറിച്ച് കബറാളികളോട് പോയിട്ട് ചോദിക്കുന്ന സംസ്കാരം നിങ്ങളതാ. അതുകൊണ്ടാണ് പറഞ്ഞത് റാസിമാമിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു. എന്തേ റാസി ഒരു ലഈഫായ ഖൗലീൻ, അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതൊരു ലഈഫായ ഖൗലാണ്. നിങ്ങൾക്ക് റാസി കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ഇബാറത്ത് എന്താണെന്നൂടെ കേൾപ്പിക്കൂ. റാസിയിൽ എന്താ പറഞ്ഞത്? എന്നിട്ട് അതിൽ ലഈഫാന്നുണ്ടോ? റാസിയിൽ ഞാൻ ആ പറഞ്ഞ വാചകം ഒരു ലഈഫായ ഒരു ഖൗലാണെന്നാണോ റാസി പറഞ്ഞത്? എന്താ റാസി പറഞ്ഞത് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കാം. എന്നാൽ പേരോടൊന്ന് പഠിച്ചു വെച്ചോ, അള്ള പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ്. അത് ആരുടെ സ്വഭാവം നിങ്ങൾ എന്നെ പറയാറുണ്ട്, ദജ്ജാലൂന കസ്സാബൂന. അത് നിങ്ങൾ എന്നെ അർത്ഥം വെക്കും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. മാത്രല്ല ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഉണ്ടെങ്കിൽ അത് ഖണ്ഡിക്കണം. അതാ മറുപടി പ്രസംഗം എന്ന് പറഞ്ഞാൽ, അതാ ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞാൽ. എന്താ ഞാൻ പറഞ്ഞ വാദം കേൾപ്പിച്ചിട്ട് ഇടക്ക് മുറിച്ചിട്ടല്ല, കൃത്യമായി കേൾപ്പിച്ചിട്ട് എന്ത് നിലക്കാണ് ആ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? പരലോക വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്റെ വകയാണോ? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എല്ലാവരും പരലോക നിഷേധികളല്ല എന്ന് ഹുസൈൻ സലഫിയുടെ വകയിൽ പറഞ്ഞതല്ല കേട്ടോ. അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. അത് ഇമാമിങ്ങൾ എഴുതി വെച്ചത് പറഞ്ഞതാണ് കേട്ടോ. പഠിച്ചോ പേരോടെ എന്താ അതിൽ പറയുന്നത്? കുല്ലുഹും മാകാനു മുൻകിരീന ലിൽ ഖിയാമ. അവര് മുഴുവനും എല്ലാവരും തന്നെ ഖിയാമത്തിനെ നിഷേധിക്കുന്നവരായിരുന്നില്ല. ഞാൻ പറഞ്ഞതാ, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ കാഫിറുകൾ മുഴുവനും പരലോകത്തെ നിഷേധിച്ചവരൊന്നും അല്ല. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഫഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നഹു കാന ഫിൽ അറബി. അറബികളിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അറബികളിൽ ജംഉൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. യുഖിറൂന ബിൽ ബഅസി വൽ ഖിയാമ. ബഅസും അതുപോലെ തന്നെ പുനരുത്ഥാനവും അന്ത്യനാളിലും ഒക്കെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എന്താ അതിന് തെളിവ്? വലിദാലിക, അത് എന്ത് കാരണത്താലാണെന്നോ ആ കാരണത്താലാണ് ഫഇന്നഹും കാനൂ, ആ വിഭാഗമായിരുന്നു യർബിതൂനൽ ബഈറൻ നഫീസ്, വില കൂടിയ മുന്തിയ ഒട്ടകത്തെ അവർ കെട്ടിയിടാറുണ്ടായിരുന്നു. ശരിക്കും പഠിച്ചോ. അലാ ഖബറിൽ മയ്യിത്തി, ഒരാൾ മരിച്ചാൽ ആ മയ്യിത്തിനെ മറമാടിയ ഖബറിന്റെ സമീപത്ത് നല്ല മുന്തിയ ഒന്നാം തരം ഒട്ടകത്തെ ചില അറബികൾ കെട്ടിയിടാറുണ്ട്. വയതുറുകൂൻ, എന്നിട്ട് ആ ഒട്ടകത്തെ അവർ അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോരും. ഇലാ അന്യമൂത്ത്, ആ ഒട്ടകം അവിടെ കിടന്ന് മരിക്കുവോളം അതിനെ അവർ തിരിഞ്ഞു നോക്കില്ല. എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? എന്തിനാ അവർ ഈ ഖബറിന്റെ സമീപത്ത് ഈ ഒട്ടകത്തെ കെട്ടിട്ട് പോയിരുന്നത്? വയഖൂലൂന, അവർ പറയുകയും ചെയ്തിരുന്നു, ഇന്നദാലിക്കൽ മയ്യിത, തീർച്ചയായിട്ടും ആ മയ്യിത്ത് ഇദാ ഹുശിറ, അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, ഫഇന്നഹു യുഹ്ശറു മഅഹു മർകൂബുഹു, ആ വാഹനത്തിന്റെ മേലായിട്ടാണ് അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇയാൾ മഹ്ശറിലേക്ക് പോകുമ്പോൾ ഈ വാഹനത്തിന്റെ മേലാ പോകേണ്ടത്. അതുകൊണ്ട് മുന്തിയ തരം വാഹനം ഇയാൾക്ക് കിടക്കട്ടെ എന്ന നിലക്ക് ഒരാൾ മരിച്ച് മറമാടി പോരുമ്പോ ഒരു ഒട്ടകത്തെ അവിടെ
നല്ല മുന്തിയ തരം ഒട്ടകത്തെ അവിടെ കെട്ടിട്ട് പോരാറുണ്ടായിരുന്നു അറബികളിൽ ചിലര്. എന്തേ ഞാൻ പറഞ്ഞത്? കുല്ലുഹും മാകാനു മുൻകിരീന ലിൽ ഖിയാമ. അവർ എല്ലാവരും പരലോകത്തെ നിഷേധിച്ചവരൊന്നല്ല. നിഷേധിച്ചവരൊരു ഭൂരിപക്ഷം ഉണ്ട്. കുറച്ച് ആൾക്കാർ ഇതിനെ അംഗീകരിച്ചവരുണ്ട്. ഇതല്ലേ ഞാനും പറഞ്ഞുള്ളൂ. എന്ത് ഞാൻ പറഞ്ഞത്? ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റെ വക പറഞ്ഞതല്ല. പഠിക്കാതെ മതം പറയരുത്. കൃത്യമായി അന്ന് വിശദീകരിച്ചതാണ്. അതിനാണ് ഇപ്പൊ പറഞ്ഞത് ദഈഫായ ഖൗലുണ്ട്. റാസി അങ്ങനെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതൊരു ദഈഫായ ഖൗലാണ്. കുല്ലുഹും മാകാനു മുൻകിരീന ലിൽ ഖിയാമ എന്നാ പറഞ്ഞത്. അവിടെ ഞാൻ ഈ പറഞ്ഞത് ദഈഫ എന്ന് പറഞ്ഞോ? എന്നിട്ടാണ് ഈ രൂപത്തിൽ ഇബാറത്ത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ മറുപടി പറയുന്നത്. ഇനി എവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? കാഫിറാക്കൽ പ്രശ്നമാണ്. കാഫിറാക്ക, മുജാഹിദുകൾ സർവ്വ ആളുകളെയും കാഫിറാക്കാണ്. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരെയും കാഫിറാക്കാണ് എന്നാണ് പേരോടിന്റെ വാദം. മാത്രല്ല നമ്മളത് പറഞ്ഞു, അത് വിശദീകരിച്ചു, ഓരോ കാര്യവും അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കാഫിറാക്കൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് കാഫിറാക്കുന്നത്. KV മുഹമ്മദ് മുസ്ലിയാരെ നിങ്ങൾ കാഫിറാക്കിയിട്ടില്ലേ എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. സിറാജ് വായിച്ചിട്ടാണ് ചോദിച്ചത്. സിറാജിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. എന്തായിരുന്നു അന്ന് കേൾപ്പിച്ചത്? കൃത്യമായി നമ്മളത് കേൾപ്പിച്ചു. സിറാജിലെ ലേഖനത്തിൽ എന്താണ് വായിച്ചത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കണ്ടോ? ഇതാണ് നമ്മൾ അന്ന് സിറാജ് എടുത്താണ് വായിച്ചത്. സിറാജ് എടുത്ത് വായിക്കുമ്പോ മൂപ്പര് പറയാണ് ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. സിറാജിലെ ഏതോ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടാത്തോണും സിറാജിൽ ഇത് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കോൺഗ്രസ്സുകാരുടെ, മുസ്ലിം ലീഗിന്റെ, BJPയുടെ, മറ്റേതൊക്കെ പാർട്ടികളാണ് എനിക്ക് അറിഞ്ഞുടങ്ങിപ്പോ ഏതൊക്കെ ഇപ്പൊ ഉണ്ടായത്, ഏതൊക്കെ പാർട്ടികളാണ് ആരൊക്കെ ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞൂടാ. അവരുടെയൊക്കെ രാഷ്ട്രീയക്കാരറ്റ് എഴുതിയത് ആണോ? അവരാണോ എഴുതിയത്? ഇത് രാഷ്ട്രീയ കാര്യലേഖകനാണ്. രാഷ്ട്രീയ കാര്യലേഖകൻ എന്ന് പറഞ്ഞാൽ ആരുടെ രാഷ്ട്രീയ കാര്യലേഖകൻ? മാർക്സിസ്റ്റുകാരുടെയാണോ? കോൺഗ്രസ്സുകാരുടെയാണോ? BJPക്കാരുടെയാണോ? മറ്റാരുടെയെങ്കിലും ആണോ? മുസ്ലിം ലീഗുകാരുടേതാണോ? ഇതാരുടെ രാഷ്ട്രീയ കാര്യലേഖന? സമസ്തന്റെ രാഷ്ട്രീയ ഇതിനാളാ. സമസ്തന്റെ രാഷ്ട്രീയ കാര്യ ഇതിന് പേര് വെക്കാൻ വരെ ധൈര്യമില്ലാത്ത ആള് അല്ലേ? പേര് വെച്ചില്ല. എന്നിട്ട് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ മൂപ്പരിക്ക് അത് പ്രശ്നമല്ല. രാഷ്ട്രീയക്കാരൻ എഴുതിയതല്ല. എന്താ രാഷ്ട്രീയ കാര്യലേഖകൻ സിറാജിൽ എഴുതിയത്? സമസ്ത സെക്രട്ടറി അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ്. അപ്പൊ അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. EK അബൂബക്കർ മുസ്ലിയാർ ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ. അപ്പോ മൂപ്പരതിന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സിറാജിലെ ലേഖനവും അതിസംബന്ധമായിട്ട് മൂപ്പര് പറഞ്ഞതും നിങ്ങളൊന്ന് കേൾക്കാം. ആ സിറാജിൽ ഒരു പണ്ഡിതന്റെ ലേഖനല്ല, അതിന്റെ എഡിറ്റർ കോളല്ല, സിറാജിൽ ഉത്തരവാദിത്തമുള്ള ലേഖനമല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു ലേഖനം. സിറാജിൽ മുസ്ലിമീങ്ങളും എഴുതു, അമുസ്ലിമീങ്ങളും എഴുതു, രാഷ്ട്രീയക്കാരും എഴുതുക. ഒരു പത്രം കാണാം. ഏത് പത്രം എന്തിന്? ആ പത്രത്തിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു വാചകം. ആ വാചകത്തൊന്ന് വായിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചവര് കേട്ടോ. ഏതോ രാഷ്ട്രീയക്കാർക്ക് എന്തും തോന്നിയ ചെയ്താളുള്ളത് അങ്ങളെ സിറാജ്. എന്താണ് ഇയാൾ പറയുന്നത്? നിൽക്കക്കള്ളിയില്ല. അപ്പൊ പറയാണ് ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. അപ്പൊ നമ്മൾ അത് ചോദിച്ചു, സിറാജിൽ എഴുതിയതിനൊക്കെ നിങ്ങൾക്ക് ബാധകാവില്ലേ? സിറാജിൽ വന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധമല്ലേ? എന്താ സിറാജ് എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കട്ടിയാണ് സിറാജ് അല്ലേ? അങ്ങനെയുള്ള ആ സിറാജിൽ എഴുതിയതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി ഒന്ന് കേട്ടോളി. എന്താ മറുപടി എന്നൊന്ന് കേട്ടോളി. ഏതോ രാഷ്ട്രീയക്കാരൻ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറാജിങ്ങളെ പത്രല്ലേ? സിറാജി തന്നെ പത്രം ഒരു വിഭാഗത്തിന്റെ പത്രമായതുകൊണ്ട് സിറാജി, ചന്ദ്രിക, മാധ്യമം, അതുപോലെ മനോരമ, അങ്ങനെ പല പത്രങ്ങളുണ്ട്. ഈ ഒരു പത്രം ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ട് അതിൽ വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. നല്ല കോളായി ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. ഇവിടെകളൊന്ന് ശ്രദ്ധിച്ചോ. മനോരമ, ചന്ദ്രിക ഒക്കെ മൂപ്പര് എണ്ണുന്നുണ്ട്. അതേ